ആത്മാവ് ഇപ്പോൾ നമ്മളെ നയിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതങ്ങളിലേക്കാണ്. സുഭാഷിതങ്ങൾ 24:17. ഒരു വ്യക്തി ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കാൻ ആ വ്യക്തിയിൽ നിന്നും ഒഴിവാക്കേണ്ട ഒരു പാപത്തെക്കുറിച്ചാണ് സുഭാഷിതങ്ങൾ 24:17 പഠിപ്പിക്കുന്നത്. ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത്. അവൻ കാല് തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയും അരുത്. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത്. അവൻ കാല് തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയും അരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നു, ഉയർച്ച പ്രാപിക്കുന്നില്ല. അനേകം ക്രിസ്ത്യാനികൾ ദൈവത്തെ ആരാധിക്കുന്നു, അഭിഷേകം പ്രാപിക്കുന്നില്ല. ആത്മാവിൽ വളരാൻ ആഗ്രഹിക്കുന്നു, ആത്മാവിൽ വളരുന്നില്ല. അതിന്റെ കാരണം ദൈവവചന വിപരീതമായ ചില അരൂപികൾ ഹൃദയത്തിൽ കുടികൊള്ളുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചന വിപരീതമായ അരൂപി ഒരു ദൈവവചനം കെട്ടിയിടുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ശത്രുവിന്റെ പതനം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം. സാധാരണക്കാരുടെ പതനത്തിൽ സന്തോഷമൊന്നുമില്ല. എന്നാൽ നമുക്ക് വളരെ ദുഃഖമുണ്ടാക്കിയ, നമുക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ, നമുക്ക് കണ്ണുനീരുണ്ടാക്കിയ ഒരാൾക്ക് ഒരു തകർച്ച വന്നാൽ ഒരു ചെറിയ സന്തോഷം പുറത്തൊന്നും കാണിക്കൊന്നുമില്ല, ഉള്ളിൽ മാത്രം. പുറത്ത് കഷ്ടമായി, വലിയ സങ്കടമായി, എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ വന്നല്ലോ കർത്താവേ, ദൈവമേ രക്ഷിക്കണേ എന്നാണ് പുറത്ത് പ്രാർത്ഥിക്കുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക സമാധാനം. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ പതനം കാണുമ്പോൾ, ശത്രു കാല് തട്ടി വീണ് കിടക്കുന്നത് കാണുമ്പോ ഒരു പ്രത്യേക സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ക്രിസ്തീയ രൂപയല്ല, അത് യേശു ക്രിസ്തുവിന്റെ ആത്മാവുമല്ല, അത് ദൈവവചന വിപരീതമായ ഒരു ജീവിതത്തിന്റെ ഒരു സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം എന്നോടൊരു ചേട്ടൻ വന്ന് പറഞ്ഞു, അച്ഛാ, പണ്ടൊക്കെ ദൈവം പണ്ടായിരുന്നു, ഇപ്പൊ ദൈവം അപ്പളേന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, അതെ, ഞാനിങ്ങനെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് നടക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലില്ലാത്ത സമയം നോക്കി എന്റെ അതിർത്തിയിലുണ്ടായിരുന്ന ചേട്ടൻ എന്റെ അതിരിലുണ്ടായിരുന്ന ഒരു നിര തേക്കും തൈകൾക്ക് മരങ്ങളുടെ വേരിൽ മെർക്കുറി നിക്ഷേപിച്ചു. രസം. പ്രൈസ് ദി ലോർഡ്. ആണി കുത്തിയത് എന്താ, ഒരു തുളയുണ്ടാക്കിയിട്ട് മരത്തിനുള്ളിലേക്ക് കുറച്ച് രസം. അതെന്താ, ഈ അതിർത്തിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിർത്തി നിൽക്കുമ്പോൾ ഇതിന്റെ ചോല അപ്പുറത്തേക്ക് പോകുമായിരിക്കും. എന്താണെന്ന് അറിഞ്ഞു. ഇവിടെ റബ്ബർ തോട്ടത്തിലാണ്, രണ്ട് സ്ഥലത്ത് രണ്ട് കൂട്ടർക്ക് റബ്ബർ തോട്ടം. അതിന്റെ ഇടയിൽ ഒരു നിര തേക്കോ മറ്റു മരങ്ങളും നിൽക്കുന്നുണ്ട് അതിർത്തിയിൽ. അപ്പോൾ അപ്പുറത്തെ ചേട്ടൻ ഇപ്പുറത്തെ ചേട്ടന്റെ ഈ അതിർത്തി നിൽക്കുന്ന ഒരു നിര മരത്തിന് അങ്ങോട്ട് പൂശിക്കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ആ രസം അല്ലെങ്കിൽ മെർക്കുറി വെച്ച്. മെർക്കുറി ചെന്നാൽ എന്താ കുഴപ്പം? ആ മരം പാടെ ഉണങ്ങിപ്പോവും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചേട്ടന്റെ ഒരു നിര മരം പാടെ ഉണങ്ങിപ്പോയി. ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ചേട്ടന്റെ റബ്ബർ മരങ്ങൾ, അടുത്തുള്ള റബ്ബർ മരങ്ങളെല്ലാം ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരങ്ങൾക്ക് അടുത്ത് നിന്ന് എല്ലാ റബ്ബർ മരങ്ങളും ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് വേര് വഴി രസം അതിനകത്ത് കൊണ്ട് ചെന്നെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഈ മെർക്കുറി വെച്ച മരങ്ങളുടെ അടുത്തുണ്ടായിരുന്ന മറ്റേ ചേട്ടന്റെ റബ്ബർ മരങ്ങളും ഒരു നിര പരിസരത്തുള്ള മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. അപ്പോൾ ഈ ചേട്ടന് സന്തോഷമായി. ഹല്ലേലൂയ. ഇതിലേത് ചേട്ടനാ നല്ല ചേട്ടൻ? പ്രൈസ് ദി ലോർഡ്. രണ്ടും കണക്കാ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. രണ്ടിലും സുവിശേഷ അരൂപിയില്ല, രണ്ടിലും യേശു ക്രിസ്തുവിന്റെ ആത്മാവില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പുറത്തെ ചേട്ടൻ ഇപ്പുറത്തേക്ക് മെർക്കുറി വെച്ചത് തെറ്റ്. മെർക്കുറി വെച്ചത് അതിന്റെ മരമെല്ലാം ഉണങ്ങിപ്പോയി. ആ മരം ഉണങ്ങിപ്പോയതിന്റെ ദുഃഖം മനസ്സിലുണ്ടെങ്കിലും ആ ചേട്ടനോട് എതിർക്കാനൊന്നും പോയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചേട്ടൻ പുണ്യവാനാണെന്ന് വിചാരിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തെ മരങ്ങൾ, റബ്ബർ മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയത്. അപ്പുറത്തെ റബ്ബർ മരങ്ങൾ ഉണങ്ങിപ്പോയപ്പോൾ ഈ ചേട്ടന് വലിയ സന്തോഷമായി, വലിയ സന്തോഷമായി. ഈ ചേട്ടൻ പറഞ്ഞു, അങ്ങനെ വേണം. ഹല്ലേലൂയ. നിന്റെ ശത്രു കാല് തട്ടി വീഴുന്നത് കാണുമ്പോൾ നീ സന്തോഷിക്കരുത്. അത് ദൈവവചനം നിരോധിച്ചിരിക്കുന്ന ഒരു തിന്മയാണ്. ഹല്ലേലൂയ. ബൈബിളിൽ ഇങ്ങനെ ശത്രു കാല് തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ശത്രു കാല് തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുന്ന ആ
വ്യക്തികളെ കുറിച്ച്, രാജ്യത്തെ കുറിച്ചും ദൈവവചനം പറഞ്ഞിരിങ്ങനെയാണ്, നീ നിശേഷം നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. സംഭവം ഇതാണ്, ജെറൂസലം എന്ന് പറയുന്ന പട്ടണം അത് നല്ല തല ഉയർത്തി നിൽക്കുന്ന പട്ടണമായിരുന്നു. അതിന് ഗമയും ഗാംഭീര്യം ഉണ്ടായിരുന്നു. അതിന് എതിരായിട്ടുള്ള വേറൊരു ശക്തിയുണ്ട്, അതാണ് ഏദോം. ജെറൂസലേം ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ഏദോമിന് ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറൂസലം ഏദോമിന് ചില ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. രണ്ട് പട്ടണങ്ങൾ, ഒന്ന് ജെറൂസലം, അടുത്തത് ഏദോം. ഈ ജെറൂസലേമിൽ നിന്ന് ഏദോം ചില ഉപദ്രവങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉപദ്രവങ്ങൾ സഹിച്ച് മിണ്ടാതെ കഴിയാണ്. തിരിച്ച് അടിക്കാൻ ഒരു മാർഗവും. അതുകൊണ്ട് ഉപദ്രവങ്ങൾ സഹിച്ച് മിണ്ടാതെ കഴിയുമ്പോഴാണ് ജെറൂസലേമിനെ ശത്രുക്കൾ വന്ന് കൂട്ടത്തോടെ നശിപ്പിച്ച് ജെറൂസലേമിന്റെ കോട്ടകൾ ഇടിച്ചു നിരത്തി. ജെറൂസലേമിൽ ഉള്ളിലുണ്ടായിരുന്നവരെല്ലാം കൂട്ടത്തോടെ വെട്ടി നശിപ്പിച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ കൂട്ടത്തോടെ വെട്ടി നശിപ്പിച്ചപ്പോൾ ഈ ഏദോം എന്ത് ചെയ്തു? ഏദോം മലയിൽ കയറി നിന്ന് കൈയടിച്ച് സന്തോഷിച്ച്, പടക്കം പൊട്ടിച്ച് കൈയടിച്ച് സന്തോഷിച്ച്. പ്രൈസ് ദി ലോർഡ്. ഏദോമ്യർ ഏദോം മലയിൽ കയറി നിന്ന് ജെറൂസലേമിന്റെ മക്കൾ മുഴുവൻ വെട്ടി വീഴ്ത്തപ്പെടുന്ന കാണുമ്പോ അവര് മലമുകളിൽ കയറുന്ന സന്തോഷിച്ച്. ഹല്ലേലൂയ. അപ്പോൾ ജെറൂസലേമിലെ ചില ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി കുറുക്കു വഴികൾ കയറി ഇങ്ങനെ കാട്ടിലൂടെ ഓടി പോകുന്നത് ഏദോമ്യർ കണ്ടു. അവരെന്ത് ചെയ്തു? ഈ ഓടിപ്പോകുന്നവരെ പോയി പിടിച്ചിട്ട് ശത്രുവിന്റെ മുമ്പിൽ കൊണ്ട് കൊടുത്ത്. ഹല്ലേലൂയ. അപ്പോൾ വേറെ ചില ഏദോമ്യർ അവർ മലമുകളിൽ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ ജെറൂസലേം നിവാസി ചിലര് ആരും കാണാത്ത ചില ഗുഹയിൽ കയറി, പാറയിടുക്കിൽ കയറി ഒളിച്ചിരിക്കുന്നത് അവർ മലമുകളിൽ നിന്ന് കണ്ടു. അവര് വന്നിട്ട് ശത്രുവിനെ വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തതാ, ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് കൈ പൊട്ടിച്ചിരിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവത്തിന് അനിഷ്ടകരമായൊരു പ്രവൃത്തിയാണ്. നിന്റെ ശത്രു കാലു തട്ടി വീഴുന്നത് കാണുമ്പോൾ നീ സന്തോഷിക്കരുത്. ഒബാദിയയുടെ പുസ്തകം മുഴുവനും ഇതിനെതിരെയുള്ള പ്രഖ്യാപനങ്ങളാണ്. ബൈബിളിൽ പഴയ നിയമത്തിൽ ഒബാദിയ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ഒബാദിയ എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതപ്പെട്ടതിന്റെ പശ്ചാത്തലം തന്നെ ജെറൂസലേമിന്റെ നാശം കണ്ടപ്പോൾ മലമുകളിൽ കയറി നിന്ന് കൈയടിച്ചും നൃത്തം ചെയ്തും സന്തോഷിച്ച ഏദോമ്യർക്കെതിരെയുള്ള പ്രഖ്യാപനങ്ങളാണിത്. ഒരു ബൈബിൾ പുസ്തകം മുഴുവൻ അതാണ് പ്രതിപാദിക്കുന്നത്. ഒബാദിയ എന്ന ഗ്രന്ഥമാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഗ്രന്ഥത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, ഒബാദിയ 1:12 വചനം പഠിപ്പിക്കുന്നു, നിന്റെ സഹോദരന്റെ കഷ്ടതയുടെ നാളിൽ നീ ഗർവോടെ സന്തോഷിക്കരുതായിരുന്നു. യൂദായുടെ വിനാശത്തിന്റെ നാളിൽ നീ ആഹ്ലാദിക്കരുതായിരുന്നു. അവരുടെ ദുരിതത്തിന്റെ നാളിൽ നീ വമ്പ് പറയരുതായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ പല അനർത്ഥങ്ങളും വിളിച്ചു വരുത്തുന്ന ഒരു തിന്മയാണ്. പണ്ട് കാലത്ത് നമുക്ക് ഇഷ്ടമില്ലാതിരുന്ന, നമ്മളെ ഉപദ്രവിച്ചിരുന്ന, നമ്മുടെ ശത്രുക്കളായിരുന്ന പലരുടെയും കുടുംബത്തിൽ പരാജയം ഉണ്ടായപ്പോൾ, പലരുടെയും കുടുംബത്തിൽ വേദന ഉണ്ടായപ്പോൾ, പലരുടെയും കുടുംബത്തിൽ രോഗം ഉണ്ടായപ്പോൾ, പലരും കടബാധ്യത വന്ന് വിറ്റുകെട്ട് പോയപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം അലതല്ലി. പ്രൈസ് ദി ലോർഡ്. അവർ ജോലിക്ക് പോയി കിട്ടിയില്ല, നമുക്ക് സന്തോഷമായി. അവർ ഒരു ബിസിനസ് തുടങ്ങി പരാജയപ്പെട്ടു, നമുക്ക് സന്തോഷമായി. അവർ ഒരു ഗവൺമെന്റ് സാങ്ഷന് വേണ്ടി പോയി, സാങ്ഷൻ കിട്ടിയില്ല, അവർ സന്തോഷമായി. അവരെ ചില ആളുകൾ ഉപദ്രവിച്ചു, നമുക്ക് സന്തോഷമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കുടുംബത്തിനോ ഒരു വംശത്തിനോ ഒരു വ്യക്തിക്കോ നാശം വരുന്നത് കാണുമ്പോൾ, തകർച്ച വരുന്നത് കാണുമ്പോൾ, ദുരിതമുണ്ടാകുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം ഒരിക്കലും സന്തോഷിക്കരുത്. ഏദോം സന്തോഷിച്ചു. അതുകൊണ്ട് ഏദോമിനെ കടയോടെ ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് പിന്നെ ഏദോമ്യർ എന്ന് പറഞ്ഞ വംശം തല ഉയർത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ ചരിത്രമാണ് ഒബാദിയ ഗ്രന്ഥം മുഴുവനും. ഹല്ലേലൂയ. അതിൽ പ്രസക്തമായ ഒരു വചനമാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത്. 1:12 നിന്റെ സഹോദരന്റെ കഷ്ടതയുടെ നാളിൽ നീ ഗർവോടെ സന്തോഷിക്കരുതായിരുന്നു. യൂദായുടെ വിനാശത്തിന്റെ നാളിൽ നീ ആഹ്ലാദിക്കരുതായിരുന്നു. അവരുടെ ദുരിതത്തിന്റെ നാളിൽ നീ വമ്പ് പറയരുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏദോം എന്ത് ചെയ്തു? ഏദോം സഹോദരൻ യൂദായിക്ക്, തൊട്ടടുത്ത രാജ്യമായ ജെറൂസലേമിന് കഷ്ടത വന്നപ്പോൾ മലമുകളിൽ കയറി നിന്ന് സന്തോഷിച്ചു. അതാണ് 14-ാമത്തെ വാക്യം. അവന്റെ ആളുകളിൽ പലായനം ചെയ്തവരെ വെട്ടിവീഴ്ത്താൻ വഴി തിരിവുകളിൽ നീ നിൽക്കരുതായിരുന്നു. ഇവര് ജെറൂസലേമിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടുമ്പോൾ
വഴിത്തിരിവുകളിൽ നിന്ന്, ഓരോ സ്ഥലത്തു നിന്ന് ഏദോമ്യർ അവരെ വെട്ടി വീഴ്ത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത്, കഷ്ടതയുടെ നാളുകളെ അതിജീവിച്ച അവന്റെ ആളുകളെ നീ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കരുതായിരുന്നു. ചിലര് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ട് അവിടെ ഇവിടെ ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ശത്രുവിനെ വിളിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്തു, ഇതാ ഇവർ ഇവിടെ ഒളിച്ചിരിക്കുന്നു, ഇതാ അവരവിടെ ഇരിക്കുന്നുണ്ട്, കാണിച്ചു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശത്രുവിന്റെ അധപതനത്തിൽ വളരെ വലിയ സന്തോഷം. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ളവർ അവരോട് ചെയ്തു എന്ന് പറഞ്ഞ് വലിയ സന്തോഷം. എന്തുണ്ടായി? അവരുടെ സന്തോഷ നിമിത്തം ശത്രുവിന്റെ പതനത്തിൽ അവർ ആഹ്ലാദിച്ചതിനാൽ ഇവർ നശിച്ചുപോയി. ഹല്ലേലൂയ. എന്നാൽ ശത്രുവിന്റെ പതനം കാണുമ്പോൾ വേദനിക്കുന്നൊരു ദൈവ പൈതലിനെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതാണ് ദാവീദ്. ദാവീദിന്റെ ഉയർച്ചയുടെ പിന്നിൽ ദൈവവചന പ്രകാരമുള്ള ഒരുപാട് സ്വഭാവം പിൻബലമായിട്ടുണ്ട്. ദാവീദിന് ഒരുപാട് കഷ്ടത വരുത്തിയ വ്യക്തിയാണ് സാവൂൾ രാജാവ്. അവനെ 3000 ഭടന്മാരോടുകൂടെ ദാവീദിനെ അനുധാവനം ചെയ്ത് സാവൂൾ ദാവീദിനെ വകവരുത്താൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സാവൂളിന് സാധിച്ചില്ല. സാവൂൾ അവന്റെ ജീവിതകാലത്ത് ദാവീദിന് എത്രമാത്രം വേദന കൊടുക്കാമോ അത്രമാത്രം വേദന കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു നാൾ ദാവീദ് ഒരു വാർത്ത കേട്ടു. ആ വാർത്ത എങ്ങനെയാണ്? സാവൂൾ രാജാവിന്റെ കഴുത്ത് മുറിച്ച് അയാളെ കൊന്ന് വെട്ടി മുറിച്ചിട്ടിരിക്കണമെന്ന വാർത്ത ദാവീദ് കേട്ട്. ദാവീദ് എന്ത് പറഞ്ഞു? ദാവീദ് വസ്ത്രം കീറി പൊടി തലയിൽ വാരിയിട്ട് പൂഴി വാരിയിട്ട് അവൻ ഹൃദയം പൊട്ടുമാറ് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ ഗിൽബോവ പർവ്വതങ്ങളെ നോക്കിയിട്ട് ഹൃദയം പൊട്ടിക്കരഞ്ഞ്. അവന് വേദനയാണ് ഉണ്ടായത്. തന്റെ ശത്രു മരിച്ചു എന്ന് കേട്ടപ്പോ അവന് സന്തോഷം ഒട്ടും തോന്നിയില്ല. അവൻ പൊട്ടിക്കരഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. സുഭാഷിതങ്ങൾ 24-17 വാക്യം. ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത്, അവൻ കാലുതട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയും അരുത്. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ശത്രുക്കളോട് അവരുടെ അധപതനത്തിൽ ഞാൻ ദൈവവചന വിപരീതമായ മനോഭാവങ്ങൾ വെച്ച് പുലർത്തി. ശത്രുക്കൾക്ക് നാശമുണ്ടായപ്പോൾ ഞാൻ ആഹ്ലാദിച്ചു. അവർ ഒരിക്കലും തല ഉയർത്താൻ പറ്റാത്ത വിധം അധപതിച്ചപ്പോൾ, കാലുതൊട്ടി വീണപ്പോൾ ഹൃദയത്തിൽ ഞാൻ സന്തോഷിച്ചു. കർത്താവേ, ദൈവവചന വിപരീതമായ ഈ സ്വഭാവത്തെ എന്നിൽ നിന്ന് പറിച്ചു കളയണമേ. ദൈവമേ, എന്റെ ഹൃദയത്തിൽ ദൈവവചന വിപരീതമായ ഈ സ്വഭാവ നിമിത്തം ദാവീദിനെ പോലെ ഇന്ന് എനിക്ക് ഉയരാൻ പറ്റുന്നില്ല. അനേകം ഞങ്ങളുടെ പൂർവികരായ അനേകം ദേവദാസന്മാർ ഉയർന്നതുപോലെ ഉയരാൻ പറ്റുന്നില്ല. പ്രാർത്ഥനയിൽ ഉയരാൻ പറ്റുന്നില്ല, വിശ്വാസത്തിൽ ഉയരാൻ പറ്റുന്നില്ല, സാമ്പത്തികമായി ഉയരാൻ പറ്റുന്നില്ല, ബിസിനസ് പരമായി ഉയരാൻ പറ്റുന്നില്ല. കാരണം എന്റെ ഉള്ളിൽ ദൈവവചന വിപരീതമായൊരു സ്വഭാവമുണ്ട്. ശത്രു കാലുതട്ടി പരിശുദ്ധാത്മഹിതത്തിനെതിര പടന്നതെല്ലാം പരിച്ചകറ്റണമേ. തിരുരക്തത്താം കരുണാമയനെ ഉള്ളം പവിത്രമാക്കണമേ. പ്രിയനാഥ, നിൻ സഹവാസം ദാസർക്കേകണമേ. പിതാവേ, അങ്ങു നടാത്തതെല്ലാം പരിച്ചെറിയണമേ. പരിശുദ്ധാത്മഹിതത്തിനെതിരായി പടന്നതെല്ലാം പരിച്ചകറ്റണമേ. തിരുരക്തത്താം കരുണാമയനെ ഉള്ളം പവിത്രമാക്കണമേ. പ്രിയനാഥ, നിൻ സഹവാസം ദാസർക്കേകണമേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു, നിനക്കാരാധന. കരങ്ങൾ കൂപ്പി എന്റെ സ്നേഹം നൽകിടും നാഥാന, നിനക്കാരാധന. ചേർന്ന് പാടുന്നു. തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു, നിനക്കാരാധന. എന്റെ സ്നേഹം നൽകിടും നാഥാന, നിനക്കാരാധന. കരങ്ങളെ യാചനാപൂർവ്വ ആരാധന, യേശുവേ ആരാധന, ഈശോയേ. ആരാധന യേശുനാഥ. പാടുന്നു. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. ആരാധന, എല്ലാവരും ആരാധന, ആരാധന യേശുനാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മുട്ടുകുത്തി നിന്ന് ഈ നിമിഷങ്ങളിൽ മാറാ രോഗങ്ങളുള്ളവർ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തികമായി ഞെരുങ്ങുന്നവരുടെ കാര്യങ്ങളിൽ കർത്താവിന് മനസ്സലിവുണ്ട്. കർത്താവ് അവരുടെ കാര്യങ്ങളിൽ ഇടപെടും, അവരെ അനുഗ്രഹിക്കും. സാമ്പത്തികമായി ഞെരുക്കം, സാമ്പത്തിക പ്രയാസമുള്ളവർ ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. സ്ഥലവിൽപ്പന നടക്കാൻ ആഗ്രഹിച്ച് നടക്കാത്തവർ കർത്താവിനോട് പ്രാർത്ഥിക്കുക. സ്ഥലം വാങ്ങാൻ ആഗ്രഹിച്ച് നടക്കാത്തവർ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ കർത്താവേ, ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് അത്ഭുതങ്ങൾ ചെയ്യണമേ. ഇപ്പോൾ പ്രകടമായ രോഗശാന്തികൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതം നടക്കട്ടെ. സാമ്പത്തിക മേഖലകളിൽ കർത്താവ് ഇടപെടണമേ. കോടിക്കണക്കിന് രൂപ കടമുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ. ലക്ഷക്കണക്കിന് കടമുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ. എല്ലാ മുടങ്ങിക്കിടക്കുന്ന തടസ്സങ്ങൾ, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളിലേക്ക് കർത്താവിന് ശക്തി ഒഴുകട്ടെ. താടി എല്ലുകളുടെ വേദന വിട്ടുപോകുന്നു. തൊണ്ടയിലുള്ള വേദന വിട്ടുപോകുന്നു. ശരീരത്തിൽ അലർജി രോഗനിമിത്തം ചൊറിഞ്ഞു തടിക്കുന്ന അവസ്ഥയുള്ള ദൈവമക്കളിൽ നിന്ന് അലർജി രോഗങ്ങൾ വിട്ടുപോകുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടുത്തണമേ കർത്താവേ. യേശുവേ, സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ. സുഖമാക്കണേ, സുഖമാക്കണേ. കണ്ണുകൾ തുറന്ന് ആൾത്താരിയിലേക്ക് നോക്കി സ്തുതിക്കുന്നു. യേശുവേ, സുഖമാക്കണേ, അനുഗ്രഹിക്കണമേ കർത്താവേ.
തളർന്നു പോയവരെ സുഖപ്പെടുത്തണമേ. തളർന്ന കൈകാലുകളെ ബലപ്പെടുത്തണമേ. ഈശോയെ സുഖമാക്കണേ. എൻ്റെ പേര് ലളിത പീറ്റർ. ഞാൻ കടമ്പഴിപ്പുറത്ത് നിന്ന് വരുന്നു. ഞാൻ ഇവിടെ സ്ഥിരമായി ഈ ടൗൺ ഹാളിൽ പ്രയറിന് വരാറുള്ളതാണ്. എനിക്ക് ഹാർട്ടിൻ്റെയും ലിവറിൻ്റെയും ആമാശയത്തിൻ്റെയും ഭാഗം കൂടുന്ന ഭാഗത്ത് ക്യാൻസർ ആയിരുന്നു. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. സെഹിയോനിൽ ഞാൻ 3 വെള്ളിയാഴ്ച പോകാമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് 2 വെള്ളിയാഴ്ച മാത്രമേ അവിടെ പോകാൻ സാധിച്ചുള്ളൂ. ആ പോയതിന്റെ ഫലമായി എനിക്ക് വളരെ സൗഖ്യം കിട്ടി. പിന്നെ ഇവിടെ ടൗൺ ഹാളിൽ സ്ഥിരമായി വരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ബ്രദർമാരോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ സെഹിയോനിൽ ദിവസവും ഞാൻ ഫോൺ ചെയ്ത് പറയുമായിരുന്നു. ബ്രദർമാരുടെ ഇരിക്കപ്പുറത്ത് കൊടുക്കാതെ ഞാൻ ഫോണിൽ കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. ഫോണിൽ കൂടി എനിക്ക് അവർ പ്രാർത്ഥിച്ചു തരും. അങ്ങനെ ഞാൻ 7 മാസമായി ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. ആദ്യത്തെ ഓപ്പറേഷൻ 6 മണിക്കൂർ തുടർന്നുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. എന്റെ കാത്തു മുതൽ പൂക്കളിന്റെ അതുവരെ കീറി വളരെ മേജർ ഓപ്പറേഷൻ ആയിരുന്നു ചെയ്തിരുന്നത്. യാതൊരു കാരണവശാലും എനിക്ക് ജീവിതം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർമാര് പോലും വളരെ അത്ഭുതപ്പെട്ടുപോയി. എനിക്ക് ഹിമോഗ്ലോബിൻ 8 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ 13.8 ആയിരുന്നു എന്റെ ഹിമോഗ്ലോബിൻ. കർത്താവിന്റെ രക്തം എനിക്ക് തന്നു എന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാൻ ട്രീറ്റ്മെന്റിൽ തുടർന്നു. കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. ആദ്യത്തെ കീമോതെറാപ്പി തന്നെ എന്റെ മുടി മുഴുവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് കാണുവാൻ കർത്താവ് സാധിച്ചു തന്നു. ഒരുപാട് വചനങ്ങൾ കർത്താവ് എനിക്ക് തന്നു. ഞങ്ങളുടെ വികാരിയച്ഛൻ ഇടപെട്ട് 30,000 രൂപ ഞങ്ങളുടെ പള്ളിയിൽ നിന്നും എനിക്ക് തരികയും അങ്ങനെ ആ ഒരു കോഴ്സ് 6 കീമോതെറാപ്പി ഞാൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ എല്ലാ 10 ദിവസം കൂടുമ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അതെല്ലാം നോർമൽ ആയിരുന്നു. ഇന്നലെ ഞാൻ പോയി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാനിങ് ചെയ്ത് നോക്കി. എന്റെ സ്കാനിങ് റിപ്പോർട്ടാണിത്. യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ലാതെ നോർമലായി എന്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി സുഖപ്പെട്ടതിനുള്ള സാക്ഷ്യമാണ് ഈ സ്കാനിങ് റിപ്പോർട്ട്. അങ്ങനെ യേശുവിന് വളരെയധികം നന്ദി ഞാൻ പറയുന്നു. ഇതേ തുടർന്ന് എന്റെ ജീവിത പങ്കാളി പെട്ടെന്ന് കുവൈറ്റിലായിരുന്നു. ഇവിടേക്ക് വരികയും ജോലി നഷ്ടപ്പെട്ട അവസ്ഥയുമായിരുന്നു. ആ സമയത്ത് വീണ്ടും കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഒരിക്കലും ജോലി ഇനി അവിടെ കിട്ടുകയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ കർത്താവ് തന്നെ പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ ശക്തിയാൽ പരിശുദ്ധ അമ്മ ഞങ്ങളെ രക്ഷിച്ച് എന്റെ ഹസ്ബൻഡ് കുവൈറ്റിൽ ജോലിക്ക് പോയി. ഇപ്പോൾ 1 മാസമായി എന്റെ ഹസ്ബൻഡ് കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിന് വളരെ സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയുണ്ട്. ഞാൻ 6ാമത്തെ കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു അംഗൻവാടി വർക്കറാണ്. കേരളത്തിലെ ഏറ്റവും നല്ല അംഗൻവാടി വർക്കറായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡും കർത്താവ് എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഈ ലോകത്തിൽ നിന്നും പൂർണ്ണമായി എന്നെ സുഖപ്പെടുത്തി നല്ലവനായ ദൈവം കർത്തവയുടെ നാളുകളിൽ അവിടുത്തെ അപ്പം തന്നുകൊണ്ട് കർത്താവ് എന്നെ പരിപാലിക്കുകയായിരുന്നു. എന്റെ സാക്ഷ്യത്തിലൂടെ അനേകം മക്കൾ വിശ്വാസത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമടിച്ച് ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് നന്ദി പ്രകാശിപ്പിക്കും.